എന്താണ് ഈ നാർസിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് എല്ലാം ഞാൻ 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 എന്നുള്ളൊരു തോന്നലുള്ള വ്യക്തികളാണ് ശരിക്കും നാർസിസ്റ്റ് എന്ന് പറയുന്നത്. അതായത് മറ്റുള്ളവരുടെ ഒരു സ്നേഹമില്ല, അനുകമ്പയില്ല, അവരോട് ഒരു വാത്സല്യമോ ഒരു കരുണയോ ഒന്നുമില്ല, എല്ലാം സ്വന്തമായിട്ട് തന്നെ തോന്നുന്ന വ്യക്തികളാണ് നാർസിസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഇത്തരം ആളുകളെ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്, അതുപോലെ ഇത്തരം ആളുകളുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ആദ്യത്തെ കാര്യം, അവരെ മാറ്റാനായിട്ട് നിങ്ങൾ ശ്രമിക്കരുത്. ഒരു നാർസിസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ നമുക്ക് മാറ്റാൻ പറ്റില്ല, കാരണം അവരുടെ സ്വഭാവമേ അങ്ങനെയാണ്. അതിനെ മാറ്റം വരുത്തണമെങ്കിൽ അവർ സ്വന്തമായിട്ട് മനസ്സിലാക്കണം അവർ നാർസിസ്റ്റ് ആണ്. സ്വന്തമായിട്ട് ഇമ്പ്രൂവ് ആയാൽ മാത്രമേ അവർ അതിൽ നിന്ന് പുറത്തു വരുള്ളൂ. രണ്ടാമത്, പ്രോപ്പർ ആയിട്ടുള്ള ബൗണ്ടറീസ് ഉണ്ടാവണം. അതിരുകൾ നിശ്ചയിച്ചു കഴിഞ്ഞാൽ നാർസിസ്റ്റ് ആയിട്ടുള്ള ആളുകൾ നിങ്ങളുടെ ജീവിതത്തിൽ കയറി പ്രശ്നം ഉണ്ടാക്കില്ല. അതുപോലെ അവരുടെ ഗെയിമിലേക്ക് നമ്മൾ കടക്കാതിരിക്കാൻ നോക്കുക. അവര് ഇഷ്ടം എന്താണ്, അവർക്ക് വാദിച്ച് ജയിക്കണം എന്നുള്ളതാണ്. അപ്പം നീ എപ്പോഴും തെറ്റാണ് എന്ന് നിങ്ങളോട് പറയുകയാണെങ്കിൽ ഓക്കെ, അത് നിങ്ങളുടെ അഭിപ്രായം മാത്രമാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക. അടുത്തത്, ഇമോഷണൽ റിയാക്ഷൻസ് ഒഴിവാക്കുക. ഇവരുടെ ലക്ഷ്യം എന്താണ്, നമ്മളിങ്ങനെ കുറ്റപ്പെടുത്തി നമ്മുടെ വിഷമം കാണുമ്പോൾ അവർക്ക് സന്തോഷം ഉണ്ടാവും. അതുപോലെ നമ്മൾ ദേഷ്യം കാണിക്കുമ്പോൾ സന്തോഷം ഉണ്ടാവും. അവർക്ക് നമ്മൾ കാണുന്ന സമയത്ത് അവർക്ക് സന്തോഷം ഉണ്ടാവും. അതായത് നീ യൂസ്ലെസ് ആണ്, മറ്റുള്ള നോക്കി അവൾ അതിനെക്കാട്ടും ബെറ്റർ ആണെന്ന് പറയുകയാണെങ്കിൽ അത് നിങ്ങളുടെ അഭിപ്രായം മാത്രമാണ്, ഞാൻ എന്താണെന്ന് എനിക്കറിയാം. അവിടെ പറഞ്ഞു നിർത്തുക. കാരണം നമ്മൾ മനസ്സിലാക്കുക, ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരു നാർസിസ്റ്റ് ആണ്, നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റില്ല. അഞ്ചാമത്, വാലിഡേറ്റ് ചെയ്യുക. അത് ഒന്നും പ്രതീക്ഷിക്കരുത്. പ്രതീക്ഷിക്കാതിരിക്കുന്നതാണ് നല്ലത്. നിന്നെ ഒരിക്കലും പ്രശംസിക്കില്ല, നീ എത്ര നല്ല ചെയ്താലും അത് അംഗീകരിക്കില്ല എന്നുള്ളത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം. അത് അവരുടെ ഒരു ഈഗോ ആണ്. ഒരു കാരണവശാലും അവർക്ക് അത് നിന്ന് പുറത്തോട്ട് വരാനായിട്ട് കഴിയില്ല. ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരിക്കലും നിങ്ങളുടെ ഇമോഷനോ അല്ലെങ്കിൽ ഒത്തിരി ഡീപ്പായിട്ടുള്ള കാര്യം അവരോട് പറയരുത്. നിങ്ങളുടെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ അത് വെപ്പണായിട്ട് ഉപയോഗിക്കും. നിങ്ങൾക്ക് അപമാനിക്കാൻ ഒരു അവസരം കിട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ സിമ്പതി നേടാൻ ഒരു അവസരം കിട്ടുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് അത് ഉപയോഗിക്കും. ഒരു കാരണവശാലും ചെയ്യരുത്. അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത്തരമുള്ള ഒരു വ്യക്തിയുമായിട്ടാണ് നമ്മൾ താമസിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഒരു സപ്പോർട്ട് സിസ്റ്റം വേണം. നിങ്ങളുടെ അച്ഛനാവാം, അത് അമ്മയാവാം, ഒരു സുഹൃത്താവാം. അവരുമായിട്ടുള്ള ഒരു ഇമോഷണൽ ഗ്രൗണ്ടിങ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ മാനസിക സമ്മർദ്ദം നല്ലോണം കുറയും. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, എപ്പോൾ ആ ബന്ധത്തിൽ നിന്ന് മാറിപ്പോകണമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ മനസ്സിലാക്കാതെ മെന്റൽ പീസ് ഈസ് മോർ ദാൻ എനിത്തിങ്. ഏറ്റവും ഇമ്പോർട്ടന്റ് മനസ്സിന്റെ ഒരു സമാധാനമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, മുറിക്കേണ്ടതാണെങ്കിൽ മുറിച്ച് മാറ്റുക എന്നുള്ളത് തന്നെയാണ്. ഇനിയൊരു കാര്യം, സെൽഫ് കെയർ ഇമ്പോർട്ടൻ്റ് ആണ്. നാർസിസ്റ്റ് ആയിട്ടുള്ള ആളുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവാം. നിങ്ങളുടെ മാനസികാരോഗ്യം ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളുടെ ഫിസിക്കൽ ഹെൽത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എക്സസൈസ് ചെയ്യുക, ധാരാളം വായിക്കുക, യാത്ര ചെയ്യുക, മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങൾ കൂടുതൽ ചെയ്യാനായിട്ട് നോക്കുക. കാരണം നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. ഇത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം പല ആളുകളും ഇത്തരത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളം ആളുകൾ ഇപ്പോൾ നമ്മുടെ ഇടയിലുണ്ട്.